ഇനി പറയാൻ പോകുന്ന കാര്യമാണ് എൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ആക്കുന്നതിൽ മുക്കാ ഭാഗവും കാരണമായിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ 48 മാർക്കിൽ നിന്ന് 75 എബോവ് മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് എൻ്റെ പഠന കാര്യങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു 48 മാർക്കിൽ നിന്ന് 75 മാർക്കിലേക്കുള്ള ആ ഒരു യാത്ര എന്ന് പറയുന്നത് ചെറുതൊന്നല്ല കേട്ടോ, വലിയൊരു യാത്ര തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 2 മക്കളെയും കൊണ്ടാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അവരെയും കൊണ്ടാണ് ഞാൻ ഈ മാർക്ക് ഇമ്പ്രൂവ് ചെയ്ത് വന്നത്. എല്ലാവർക്കും ഈ ഒരു ഇത്രക്കധികം ടൈം എടുക്കണം എന്നൊന്നുമില്ല. ഞാൻ കുറച്ചധികം വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. അത് മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കൺസിസ്റ്റൻസി അതൊക്കെ എന്നെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. ഒരുപാട് ബ്രേക്ക് എടുത്തു ഞാൻ. അതെല്ലാം കൊണ്ടാണ് ഒരുപാട് എന്താ പറയുക വർഷങ്ങൾ എടുത്തത്. ഇപ്പോഴും ഞാൻ ഇതിൻ്റെ പിറകെ തന്നെ ഓടാനുള്ള കാരണം അത് തന്നെയാണ്. പിന്നെ ഞാൻ എൻ്റെ പഠനത്തിൽ ചെയ്തു വെച്ച ഒരുപാട് മിസ്റ്റേക്സും, അപ്പോൾ അതൊക്കെ കാരണമാണ് ഞാൻ ഇപ്പോഴും PSCയുടെ പിറകെ തന്നെ ഓടുന്നത്. അപ്പം എന്നെപ്പോലെ തന്നെ എല്ലാവരും ആണെന്നൊന്നുമില്ല. ചില ആൾക്കാർക്ക് സ്വന്തം വീട്ടിലാണ് താമസമെങ്കിൽ, അതായത് അവനവൻ്റെ കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ എങ്കിൽ ഈ 6 മാസം കൊണ്ട് തന്നെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ ഫാമിലിയായിട്ട് താമസിക്കുന്നവരാണെങ്കിൽ മക്കളുടെ കാര്യം നോക്കണം, ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കണം, വീട്ടുകാര്യങ്ങൾ നോക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ടൈം വളരെ കുറച്ചേ കിട്ടുള്ളൂ, അല്ലേ? ഇപ്പോൾ ഫാമിലിയായിട്ട് താമസിക്കുമ്പം തന്നെ സ്വന്തം വീട്ടിലാണ് നിന്നിട്ട് പഠിക്കുന്നതെങ്കിൽ അവരുടെ മക്കളെ നോക്കാനാലും അവനവൻ്റെ പാരൻസ് ഉണ്ടാവും. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളവർക്കൊക്കെ വേഗത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഈ PSC എന്ന് പറയുന്നത്. അതായത് കറക്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, അല്ലാതെ എന്നെപ്പോലുള്ളവർക്ക് എന്താ പറയുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കി മക്കളുടെ കാര്യങ്ങൾ നോക്കി ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് നിൽക്കുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ജേണി അത്ര പെട്ടെന്നൊന്നും ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ പഠിച്ച രീതിയിലോട്ട് കിടക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പഠിച്ച രീതി എന്ന് പറയുന്നത് ഒട്ടും ശരിയായ രീതി ആയിരുന്നില്ല എന്ന് ഞാൻ മുന്നിലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം റാങ്ക് ഫയലും PDF-ഉം മാത്രമാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടും ബാക്കൗട്ടായിരുന്നു ഞാൻ. മുന്നിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ റാങ്ക് ഇത്രയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്ത മെത്തേഡ് എന്നുള്ളത്. അത് കറക്റ്റായ മാർഗ്ഗമല്ല കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്ന ആ ഒരു മെത്തേഡ് തിരിച്ചറിഞ്ഞുള്ള ആ ഒരു പഠനത്തിലാണ് എനിക്ക് ഇത്രയും മാർക്കിൻ്റെ കേസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നത് കേട്ടോ. അപ്പോൾ എന്താണ് എൻ്റെ മിസ്റ്റേക്സ് എന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നെപ്പോലെ തന്നെ ഈ ഒരു മിസ്റ്റേക്സ് തുടർന്ന് കൊണ്ടുപോകുന്നവരുണ്ടാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം എന്താ പറയുക, PSCയിലേക്ക് ആദ്യം കടന്നു വരുന്നവരൊക്കെ ഈ ഒരു മിസ്റ്റേക്ക് തന്നെ ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് നിർത്തിയിട്ട് ഞാൻ പറയുന്ന ശരിയായ രീതിയിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് നോക്കാം മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, റാങ്ക് ഫയൽ ആദ്യ പേജ് തൊട്ട് അവസാന പേജ് വരെ ഇങ്ങനെ വായിച്ച് വിടും. അതായിരുന്നു എൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ആ വായിക്കുന്നതിനിടയിൽ തന്നെ എനിക്കിഷ്ടമില്ലാത്ത സബ്ജക്റ്റ്, അതായത് ഫോർ എക്സാമ്പിൾ സ്പോർട്സ്, കല, ഇങ്ങനെയുള്ള സബ്ജക്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ സ്കിപ്പ് അടിച്ച് വിടും. എന്നിട്ട് എനിക്കിഷ്ടമുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ജിയോഗ്രഫി അങ്ങനെയുള്ള വിഷയത്തിലേക്കാണ് ഞാൻ പോവുക. അപ്പോൾ അങ്ങനെയൊരു കാര്യം നിങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തിനാണ് സിലബസ് ശരിക്കും തരുന്നത്? ആ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് കൊണ്ടല്ലേ നമുക്ക് സിലബസ് തരുന്നത്. അപ്പം ആ ഒരു സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്താലല്ലേ നമുക്ക് മുന്നോട്ടെത്താനും പറ്റുള്ളൂ. അല്ലാതെ അറിയാത്തതും ഇഷ്ടപ്പെടാത്തതുമായ സബ്ജക്റ്റ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതും മാറ്റണം കേട്ടോ. അതായത് സിലബസിൽ എന്താണ് തന്നിരിക്കുന്നതെന്ന് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ അവനവൻ തന്നെ തയ്യാറാക്കിയെടുക്കുക. അതായത് നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാൻ നിങ്ങൾക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എൻ്റെ ടൈം വേറെ ഇരിക്കും. അതായത് എനിക്ക് പഠിക്കാൻ പറ്റുന്ന ടൈം പോലെ ഇരിക്കില്ല നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ടൈം ഉണ്ടാവുക. അപ്പം അവനവൻ തന്നെ അവനവൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. ഇന്ന കാര്യങ്ങൾ പഠിക്കണം ഓരോ ദിവസം ഒന്ന് എഴുതി വെച്ചിട്ട് പഠിച്ച കാര്യങ്ങൾ ടിക്ക് ചെയ്ത് പോവാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം ഞാൻ ഫോളോ ചെയ്തപ്പോൾ സിലബസിൻ്റെ മിക്ക ഭാഗത്തും ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് സ്കിപ്പ് ചെയ്യാനൊന്നും പിന്നെ സ്കിപ്പ് ചെയ്യേണ്ട കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി വെച്ചല്ലോ, അതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകില്ലേ വേണ്ടത്. അപ്പം എല്ലാ ഭാഗത്തും ഞാൻ എത്തിയത് പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ കുറച്ച് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുമ്പം എൻ്റെ മാർക്കും കുറച്ചായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇങ്ങനെയൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുന്നതിലൂടെ നിങ്ങളുടെ മാർക്ക് എന്തായാലും ഇമ്പ്രൂവ് ആവും കേട്ടോ. കാരണം എല്ലാ മേഖലയിലും നിങ്ങൾ അന്നേരത്ത് ചെന്നെത്തും. ഓക്കെ, അപ്പം ആ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനും പറ്റും. മനസ്സിലായില്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇമ്പോർട്ടൻ്റ് സബ്ജക്റ്റാണ് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫയേഴ്സ്. ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെയിലി ചെയ്യാം, അല്ലെങ്കിൽ ഒന്നിടവിട്ട് ചെയ്യാം. എന്നിട്ട് സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പഠിച്ച ശേഷം
എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും അത് കറക്റ്റായിരിക്കണേ, എല്ലാ ദിവസവും ഈ സബ്ജക്റ്റ് PYQ ചെയ്ത് നോക്കാം. അതായത് മലയാളം, ഇംഗ്ലീഷ്, മാത്സിൻ്റെത്. കറണ്ട് അഫേഴ്സ് PYQ ചെയ്യുന്നതിനെ കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേങ്കിൽ ഒരുപാട് വർഷം മുന്നേയുള്ള കറണ്ട് അഫേഴ്സ് ഒന്നും നമ്മളങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു വർഷം മുന്നേ ഉള്ളതെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. ഏതായാലും മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഇത് PYQ ചെയ്ത് നോക്കണം. അതും സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്താൽ മതി. അതിനെ മുന്നേ പോയിട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊന്നും ഞാൻ ആദ്യം ചെയ്യാത്ത കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ പിന്നീട് ഞാൻ ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് മാർക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി തുടങ്ങിയത്. ഇനി പറയാൻ പോകുന്ന കാര്യമാണ് എൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ആക്കുന്നതിൽ മുക്കാൽ ഭാഗവും കാരണമായിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ PYQ ചെയ്യാം. OMR തന്നെ നമ്മൾ ചെയ്ത് നോക്കുക. OMR ഷീറ്റൊക്കെ നമുക്കിപ്പം ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ അതിൽ തന്നെ ചെയ്ത് നോക്കാം. എന്നിട്ട് ഏത് ഭാഗമാണ് നമ്മൾ തെറ്റിയത് ആ ഭാഗം നോക്കിയിട്ട് പിന്നെ ആ ടോപ്പിക്ക് ആയി ബന്ധപ്പെട്ട ഫുള്ള് ഭാഗം ഉണ്ടാവുമല്ലോ. നമ്മളിപ്പം പോർച്ചുഗീസുകാരെ ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് തെറ്റിച്ചെങ്കിൽ കേരള ഹിസ്റ്ററിയിൽ പോർച്ചുഗീസുകാരെ ബന്ധപ്പെട്ട മൊത്തം അങ്ങ് പഠിക്കാം. അങ്ങനെ നമ്മൾ PYQ ചെയ്യുമ്പം തെറ്റിയ ഭാഗത്ത് ക്വസ്റ്റ്യൻ ആൻസർ വെച്ചിട്ട് ചെയ്യുമ്പം ആ ഒരു പോർഷൻ മുഴുവൻ കംപ്ലീറ്റ് ആയി വരും. അതായത് ആ ഭാഗം മുഴുവൻ പിന്നീട് പഠിക്കുക. ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ മാത്രമല്ലാണ്ട് ആ ഒരു പോർഷൻ ഫുള്ളായിട്ട് പഠിച്ച് വരുമ്പം പിന്നെ വേറൊരു എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പം ആ ഭാഗത്തുനിന്ന് നമ്മുടെ മാർക്ക് പോവില്ല. മനസ്സിലായില്ലേ? പിന്നെ വേറെന്തൊരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പം സിലബസ് പതുക്കെ കവറാവുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഏത് ഭാഗത്താണ് നമ്മൾ വീക്ക് എന്നും ഏത് ഭാഗത്താണ് നമ്മൾ സ്ട്രോങ് എന്നും നമുക്ക് മനസ്സിലാവും. അപ്പോൾ വീക്കായ സബ്ജക്റ്റ് കൂടുതൽ ടൈം എടുത്തിട്ട് പഠിക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, മാർക്കും ഇമ്പ്രൂവ് ആവും. പിന്നെ PYQ ആയി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ PYQയിൽ നമുക്ക് ഓപ്ഷൻസ് തരുമല്ലോ. ആ ഓപ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം ഇതുപോലെ തന്നെ പഠിക്കാം. ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അത് മാത്രമല്ലാണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടി നല്ലോണം പഠിച്ചു പോവാം. നിങ്ങൾക്ക് ആ സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഗൂഗിൾ ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബിൽ ക്ലാസ് കാണാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്സ് റെഫർ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. എന്തായാലും വേറൊരു സമയത്തേക്ക് ആ ഒരു ഡൗട്ടും കൊണ്ട് നിൽക്കരുത്. അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് വെക്കണം. ഓക്കെ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. PYQ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഇതൊക്കെ നിങ്ങൾ PYQ എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കൂടുതൽ ക്വസ്റ്റ്യൻസും എന്താ പറയുക, നമുക്കിപ്പം വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും PYQ ക്വസ്റ്റ്യനാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് PYQ. മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക തന്നെ വേണം. ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് അടിക്കാനും ചാൻസ് ഉണ്ട്. അന്നേരത്തെ ഈ ഒരു 3 മേഖലയിലും നമുക്ക് മാർക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. എനിക്കിങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെ കുറച്ച് ടിപ്പിലൂടെയാണ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്ത് വന്നത്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് വെച്ചാൽ ഞാൻ SCRTക്ക് ആ സമയത്തൊന്നും ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. SCRT ആണ് ചോദിക്കുന്നതെന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, റാങ്ക് ഫയൽ നോക്കിയിട്ടാണ് പഠിച്ചത്. അല്ലാണ്ട് SCRT എന്ന് ക്വസ്റ്റ്യൻസ് വരുന്നോ അത് നോക്കണമെന്നോ ഒന്നും അറിയില്ലായിരുന്നു എനിക്ക്. മാത്രമല്ല യൂട്യൂബ് ക്ലാസ് വഴി SCRT തരുന്നുണ്ടെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു ശരിക്കും. അതായത് ആ സമയത്ത് ഞാൻ കരുതിയതെന്ന് വെച്ചാൽ യൂട്യൂബ് ക്ലാസ്സും ഈ റാങ്ക് ഫയൽ പോലെ തന്നെ ആയിരിക്കും. അതായത് ഞാൻ പഠിക്കുന്നത് തന്നെയല്ലേ അവരും ക്ലാസ് എടുക്കുന്നത്, പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ആ സമയത്തൊക്കെ ചിന്തിച്ച് ആ സമയത്തൊക്കെ റാങ്ക് ഫയൽ ഫോളോ ചെയ്യാമെന്നല്ലാതെ വേറൊരു പ്ലാനും എൻ്റെ പഠനത്തിലുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ പല കാര്യവും മനസ്സിലാക്കിയത് യൂട്യൂബ് ക്ലാസ്സിലൂടെയാണ്. പിന്നെ ഞാൻ യൂട്യൂബ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് SCRTൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ. SCRT കൂടുതൽ ചോദിക്കുന്നു. പിന്നെ SCRT ക്ലാസ്സുകളും അതിൽ കണ്ടു തുടങ്ങി ഞാൻ. പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ യൂട്യൂബ് വഴി SCRT ക്ലാസ്സുകൾ കണ്ടു. അതുപോലെ SCRTയുടെ ഗൈഡ് വാങ്ങി. അപ്പം അതും നോക്കി പഠിച്ചു. അങ്ങനെയും കുറച്ച് മാർക്ക് ഇമ്പ്രൂവ് ചെയ്ത് തുടങ്ങി. പിന്നെ വേണ്ടുന്നൊരു കാര്യം, നമ്മൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ സ്മാർട്ട് വർക്ക് കൂടി ചെയ്യണം. അതായത് നമ്മൾ PYQ ചെയ്യുമ്പം വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് കൂടി പഠിക്കണം. അതാണ് പറയുന്നത്. നിങ്ങൾക്ക് PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഗൈഡ് വേണമെങ്കിൽ ഗൈഡ് വാങ്ങാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബ് ക്ലാസ് വഴിയും നിങ്ങൾക്ക് റിലേറ്റഡ് ഫാക്ട്സ് കിട്ടും കേട്ടോ. അത് കണ്ടാലും മതി. പിന്നെ കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രേക്ക് ഉണ്ടായാൽ പിന്നെ ആദ്യം തൊട്ട് തുടങ്ങുന്ന ഫീലായിരിക്കും നമുക്കുണ്ടാവുക. അങ്ങനെ സംഭവിച്ചവർക്കേ അറിയുള്ളൂ അതിൻ്റെ ഒരു കഷ്ടപ്പാട്. ഒരു 2-3 വർഷം ഗ്യാപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പഠിച്ചത് പിന്നെ നമുക്ക് തലയിൽ കയറാത്തൊരു അവസ്ഥയായിരിക്കും. പഠിച്ചത് മറന്നു പോവുക, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പഠിക്കാൻ. അതുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ PSC ഫോളോ ചെയ്യാം. അപ്പോൾ ഈ കൺസിസ്റ്റൻസി നിലനിർത്തി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ആവും കേട്ടോ. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാടൊന്നുമില്ലല്ലോ, കുറച്ചൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതന്നെയല്ലേ ഉള്ളൂ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കന്നെ എൻ്റെ മാർക്കിൽ നല്ല വ്യത്യാസം വന്നു തുടങ്ങി. അപ്പോൾ മാരേജൊന്നും കഴിയാണ്ട് വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ
ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു 6 മാസം കൊണ്ടൊക്കെ അവർക്ക് നേടിയെടുക്കാൻ പറ്റും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ബൈ.